സ്വീകാര്യമല്ല. കേരളത്തിലെ സ്ത്രീകളൊന്നും സംബന്ധിച്ചിടത്തോളം താഴ്ത്തപ്പെട്ട ഒരാൾക്കാരാണെന്ന് തോന്നുന്നില്ല. താഴേക്കിടകളെ ഉയർത്തിക്കൊണ്ടുവരിക, അത് മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതിപ്പോ ചെയ്തതിൽ വളരെ ഒരു നല്ല കാര്യമാണ്. അത് നല്ല കാര്യല്ലേ? നല്ല കാര്യം. പുരുഷന്മാർക്ക് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ സ്ത്രീകളെയാണ് മുൻഗണന വേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടെ അഭിപ്രായപ്പെട്ട നടക്കൂലല്ലോ, ഒരു കാര്യം നടക്കില്ല. പുരുഷന്മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു ചെയ്യും? എവിടെ നിന്നെടുത്ത് കൊടുക്കും? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു, അതായത് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ്, ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നൊരു വാഗ്ദാനം. അത് നടപ്പിലാകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ഒരു പ്രഖ്യാപനം അടുത്ത ജൂൺ മാസം 15 മുതൽ നടപ്പിലാക്കുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ തീരുമാനത്തോടെ കേരളത്തിലെ പുരുഷന്മാർ എങ്ങനെ പ്രതികരിക്കുന്നു? അവരുടെ ഒരു പ്രതികരണം എന്താണ്? സ്വീകരിക്കുകയാണോ? അവർക്കും അത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കണം എന്നൊരു ആവശ്യമുണ്ടോ? എന്താണ് പുരുഷന്മാർ ഈ ഒരു തീരുമാനത്തോട് പ്രതികരിക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് യാത്രക്കാരുടെ ഒരു പ്രതികരണമാണ് നമ്മൾ ആരായാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. സ്വീകാര്യമല്ല. കേരളത്തിലെ സ്ത്രീകളൊന്നും സംബന്ധിച്ചിടത്തോളം താഴ്ത്തപ്പെട്ട ഒരാൾക്കാരാണെന്ന് തോന്നുന്നില്ല. താഴേക്കിടകളെ ഉയർത്തിക്കൊണ്ടുവരിക, അത് മാത്രമാണ്. സാമ്പത്തികമായുള്ളവരുണ്ട്, എല്ലാവർക്കും അങ്ങനെയല്ല. താഴേക്കിടകളെ ഉയർത്തിക്കൊണ്ടുവരിക, അത് മാത്രമാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, മാനദണ്ഡം വെച്ച് നടപ്പിലാക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കില്ല. സ്വീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ താഴ്ന്ന ആൾക്കാർക്ക് ഇതൊരു സൗജന്യമായിരിക്കും, നല്ലൊരു എഫർട്ടായിരിക്കും. പക്ഷേ പിന്നെ ബാക്കി എല്ലാവരും പൊതുവെ സ്ത്രീകളാണ് കൂടുതലായിട്ട് ബസ്സിൽ കയറാറ്. പുരുഷന്മാരധികം വാഹനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുരുഷന്മാരധികം സ്ത്രീകൾ വാഹനം കയറാറില്ല, ബസ്സിൽ കയറാറില്ല. അപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ടും ബസ്സിലാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു വരുമാനം കുറവുണ്ടാവും, അതിനെ കൂടുതലായിട്ടുള്ള. ഓൾറെഡി സർക്കാരിൻ്റെ ചിലവെന്ന് പറയുമ്പോഴത്തേക്കും ലോട്ടറി, സിവിൽ സപ്ലൈ, ഇതുപോലത്തെ KSRTC അതുപോലത്തെ മേഖലകളിലാണ് ഈ വരുമാനം കണ്ടെത്തുന്നത് ഖജനാവിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നേരത്ത് ആ ഒരു ചെറിയൊരു ഗ്രാഫ് കുറയും, അത്രേ ഉള്ളൂ. ഇപ്പം തീർച്ചയായിട്ടും കാരണം മുൻ MLA ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴും കുറേ ബസ്സുകളൊക്കെ വാങ്ങിച്ച് ഇത് ഉയർത്തിക്കൊണ്ടുവന്ന KSRTC നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോഴത്തേക്കും ഈ മാസം 15-ാം തീയതി കണ്ടില്ലേ, ആ ഒരു കണ്ടക്ടറും ഡ്രൈവറും കൂടെയാണ് പേയ്മെന്റ് അടച്ചത്. അപ്പം അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വരുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ ഇത് ബാക്കിയുള്ള സൈഡ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ചെയ്യുക, അത്രേ ഉള്ളൂ. നല്ലത് തന്നെ, കൊടുക്കട്ടെ അല്ലേ? ഫ്രീ ആയിട്ട് സഞ്ചരിക്കട്ടെ, എതിരൊന്നുമില്ല, ഒരു പുരുഷന്റെ രീതിയിൽ എതിരൊന്നുമില്ല. ഇല്ല, നല്ല കാര്യം തന്നെയാണ്. വേണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? പുരുഷന്മാർക്കും അങ്ങനെ വേണമെന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്കില്ല. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കട്ടെ എന്നാണോ അതോ? എല്ലാ സ്ത്രീകൾക്കും കൊടുക്കട്ടെ അല്ലേ? സ്ത്രീകൾക്ക് അടുത്ത മാസം മുതൽ ഫ്രീ സർവീസാണ്. അപ്പോൾ പുരുഷൻ എന്ന രീതിയിൽ എന്ത് തോന്നുന്നു? അത് സ്വീകാര്യമായ തീരുമാനമാണോ എന്ന് തോന്നുന്നു? അത് സ്വീകാര്യമായ തീരുമാനം തന്നെ, നല്ല തീരുമാനം തന്നെ. നമുക്കും വേണം, പുരുഷന്മാർക്കും അങ്ങനെ വേണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അങ്ങനെ എല്ലാവരും കൂടെ അഭിപ്രായപ്പെട്ട നടക്കൂലല്ലോ, ഒരു കാര്യം നടക്കില്ല. പുരുഷന്മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു ചെയ്യും? എവിടെ നിന്നെടുത്ത് കൊടുക്കും? അങ്ങനെയൊന്നുമില്ല, നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യണത്. നല്ല തീരുമാനം തന്നെയാണ്, നടപ്പിലാക്കട്ടെ. അത് തന്നെ. എതിരഭിപ്രായം നമുക്കില്ല. അത് നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും ബസ് കാത്തു നിന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ് ആ ചെയ്യുന്നത്. ഈ വരുന്ന ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. യാത്ര ചെയ്യട്ടെ, നല്ല കാര്യമല്ലേ അത്? ഇപ്പോൾ ദൂരയാത്ര ചെയ്യുന്നവർക്കല്ലല്ലോ, മിനിമം ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ദൂരയാത്രയ്ക്ക് ഒരുപാട് കാശാവില്ല, അപ്പോൾ ട്രാൻസ്പോർട്ട് നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ന്യായമായി ഈ കാര്യങ്ങൾ ചെയ്യാം.
നല്ലതാണ്. ഈ ഗവൺമെൻറ് അങ്ങ് ഏറ്റവും നല്ല വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുരുഷന്മാർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. അവരെന്താ തീരുമാനിക്കുക, അതല്ല നമ്മളൊരു ആഗ്രഹം ഒരിക്കലും പറയാൻ പാടില്ല. ശരിക്കും പുരുഷന്മാരല്ലേ ഒരു കുടുംബത്തിൻ്റെ നാദം പുരുഷനാണ്, അന്ന് ഇല്ല എന്ന് ഞാൻ തർക്കിക്കുകയില്ല. പക്ഷെ ഇതാണല്ലോ അവർ അലോൺസ് ചെയ്തിട്ടുള്ളത്. അവരെ വാഗ്ദാനം സ്ത്രീകൾക്കാണ്. വേണ്ടേ? അങ്ങനെയല്ല, അവർ അലോൺസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, അവരെ വാഗ്ദാനം എങ്ങനെയാണ്, എന്താ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുരുഷന്മാരെ സംസാരിച്ച് തെറ്റല്ലേ? അത് ആദ്യം മുന്നോടി അത് പോട്ടെ, അത് കഴിഞ്ഞ് വരുന്ന കാര്യം നമുക്ക് ചെയ്യാം. പുരുഷന്മാർക്കൂടെ പിന്നല്ലാതെ എല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അതൊരു വശത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം കുഴപ്പമില്ലാതല്ലേ കെ എസ് ആർ ടി സി പോകുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ ഫ്രീ സർവീസ് ആണെങ്കിൽ പിന്നെ കെ എസ് ആർ ടി സി ആവശ്യമില്ല. അത് പതുക്കെ വണ്ടിയെല്ലാം കുറയാൻ തുടങ്ങും. എനിക്കൊന്നും പറയില്ല. നല്ല തീരുമാനം തോന്നണില്ല. ഇല്ല, ഒന്നും പറയില്ല. ഒന്നും പറയാനില്ല. പുരുഷന്മാർക്കും അങ്ങനെ വേണം എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. ഇല്ലേ? പറയത്ത് പോകുന്നില്ല. നല്ല തീരുമാനം. ചേട്ടാ വരൂ. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ അടുത്ത മാസം മുതൽ ഫ്രീ സർവീസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന രീതിയിൽ എന്താണ് തോന്നുന്നത്? നല്ല തീരുമാനമാണോ? പുരുഷന്മാർക്ക് അത് വേണോ എന്ന് തോന്നുന്നു? ആദ്യം സ്ത്രീകൾക്കുള്ളത് പ്രാബല്യത്തിലായിക്കോട്ടെ, അതിനുശേഷം അടുത്തത് നോക്കാം. ഈ തീരുമാനം അത് നല്ലതാണെന്ന് എന്ന് കരുതുന്നു. എല്ലാ സ്ത്രീകളും ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യട്ടെ അല്ലേ? അല്ല, ഇപ്പോഴും കെ എസ് ആർ ടി സി തന്നെയും വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിൽ എങ്ങോട്ടാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു പിടിയില്ല. ഒരു തുല്യത വേണ്ടേ? പുരുഷന് സ്ത്രീക്ക് ഒരു തുല്യതയില്ല. അത് വേണം. ഈ കാര്യത്തിലൊരു തുല്യതയില്ലായ്മയില്ലേ? പിന്നെ സ്ത്രീകൾ ഇപ്പോൾ അധികവും വാഹന അപകടങ്ങൾ കൂടുതലാണ്. ടൂ വീലറിലായിരുന്നാലും അതൊക്കെ ഒന്ന് കുറയ്ക്കാനും കൂടി ആയിരിക്കും. നല്ല തീരുമാനമാണ്. നല്ല തീരുമാനമാണ്. നല്ല തീരുമാനം. നല്ല തീരുമാനമാണ്. സ്ത്രീകൾക്കും കൊടുക്കുന്നതിൽ പുരുഷന്മാർക്കും വേണമെന്നൊരു ആഗ്രഹമുണ്ടോ? നടക്കൂല. ഇല്ല, അങ്ങനെയില്ല. സ്ത്രീകൾക്ക് നമ്മളെ എന്ത് പറയാ, നമ്മളെ ഇവിടുത്തെ ആളല്ല. നല്ല തീരുമാനമാണ്. ഫ്രീ സർവീസ് കൊടുക്കട്ടെ അല്ലേ? കൊടുക്കും. അപ്പം പുരുഷന്മാർക്കും അത് വേണം എന്നൊരു അഭിപ്രായം വേണോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ സർവീസ് വേണം. അവർക്ക് മാത്രം പോരാ, നമുക്കും വേണം. എല്ലാവർക്കും, ആണുങ്ങൾക്ക് എല്ലാവർക്കും വേണം. ആണുങ്ങൾക്കും വേണം. അപ്പോ കേരള സർക്കാരിന്റെ തീരുമാനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല തീരുമാനമായിട്ട് തന്നെ തോന്നുന്നു. പുരുഷന്മാർക്കും വേണമെന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് അടുത്ത മാസം മുതൽ ഫ്രീ സർവീസ് ഉണ്ട്. സ്ത്രീകൾക്ക് അടുത്ത മാസം മുതൽ ഫ്രീ സർവീസ് ഉണ്ട്. ഹിന്ദി ചേട്ടാ, സ്ത്രീകൾക്ക് അടുത്ത മാസം മുതൽ ഫ്രീ സർവീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ എന്ന രീതിയിൽ ആ തീരുമാനത്തെ എങ്ങനെ വിലയിരുത്തും? സ്വീകാര്യമാണോ എന്ന് തോന്നുന്നു? അത് നല്ല കാര്യല്ലേ? നല്ല കാര്യം. നല്ല കാര്യം. നമുക്ക് പുരുഷന്മാർക്കും അങ്ങനെ വേണമെന്നൊരു ആഗ്രഹമുണ്ടോ? പുരുഷന്മാർക്ക് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ സ്ത്രീകളെല്ലാം മുൻഗണന വേണ്ടത്. മറ്റൊരു വെച്ചാല് പുരുഷന്മാരെ എങ്ങനെയായാലും യാത്ര ചെയ്യും, നേരം വൈകാലും എങ്ങനെയായാലും എത്തും വീട്ടിലേക്ക്. മറ്റത് നല്ലത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് സ്ത്രീകൾ വെച്ചാല് അവരുടെ കാര്യം, അവര് ഒറ്റക്ക് പോണ യാത്ര ചെയ്യണതൊക്കെ അല്ലേ, സുരക്ഷിതമായിട്ട് അവർക്ക് പോകാനും ആ ഒരു ഗുണം നല്ലതാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായമാണ്. അത് നല്ല തീരുമാനമാണ് സർക്കാരിന്റെ. നല്ല തീരുമാനം. നല്ല തീരുമാനമാണ്. പുരുഷന്മാർക്ക് അങ്ങനെ വേണമെന്നൊരു ആഗ്രഹമുണ്ടോ? പുരുഷന്മാർക്ക് ഈ തീരുമാനം നടപ്പിലാക്കണമെന്ന് അവരുടെ ഇതല്ലേ, നമ്മളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നടപ്പിലാക്കിയ നല്ലതാണ് അല്ലേ? നടപ്പിലാക്കിയ കൊള്ളാം. കൊള്ളാമെന്നുണ്ട്. തമിഴ്നാട്ടില് നടപ്പിലാക്കിയിട്ടുണ്ട്. സർക്കാർ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഒരു കേൾക്കുന്നുണ്ട്. അത്രയ്ക്കും ഫ്രീ ആയിട്ട് ആയി കഴിഞ്ഞാലേ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നിർത്തേണ്ടി വരും. പിന്നീട് ഈ ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ വരുമാനം പരിപൂർണമായിട്ട് കുറയേണ്ടി വരും. അതിന് പ്രത്യേക വരുമാനം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്യാനാണ് നല്ലത്. പെട്ടെന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നടപ്പിലാക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമില്ല, നടപ്പിലാക്കേണ്ടി പുരുഷന്മാർക്കൊരു തുല്യത വേണ്ടി തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. സ്ത്രീകൾക്കൊരു മുൻഗണന കൊടുക്കണം. നല്ല കാര്യം. നല്ല കാര്യം. എന്തുകൊണ്ട് ഒരു തുല്യത വേണ്ടേ? പുരുഷന്മാർക്ക് വേണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? നമ്മളെന്തിട്ട് പറയാ, സർക്കാരല്ലേ തീരുമാനിക്കണം. സർക്കാർ തീരുമാനിക്കണം. ഒരു തുല്യത ഉണ്ടെന്ന് തോന്നുന്നു.
സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നു, പുരുഷന്മാർക്ക് ഇല്ല. എന്തെങ്കിലും പരിഭവം തോന്നുന്നുണ്ടോ? ഒന്നും പറയാനില്ല. നമ്മൾ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യട്ടെ അല്ലേ? അതെ, ചെയ്യട്ടെ. നല്ല അഭിപ്രായമാണ്. നല്ല തീരുമാനമാണ്. നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നടപ്പിലാക്കട്ടെ അല്ലേ? ആക്കട്ടെ. ചേട്ടാ, ഫ്രീ സർവീസ് കൊടുക്കാൻ അടുത്ത മാസം നമ്മള് തമിഴാ. അടുത്ത മാസം മുതൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുരുഷനെന്ന രീതിയിൽ ആ തീരുമാനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനെ അതൊരു നല്ല കാര്യമാണ്. എന്നിരുന്നാലും അവര് അത് സ്വാഭാവികമായിട്ട് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതിപ്പോ ചെയ്തതിൽ വളരെ ഒരു നല്ല കാര്യമാണ്. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പല തട്ടിലാണ് സാമ്പത്തികമായി. അതെ. എല്ലാ സ്ത്രീകൾക്കും അതൊരു ഫ്രീ സർവീസ് കൊടുക്കുമ്പോൾ അതൊരു ശരിയായ തീരുമാനമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മാനദണ്ഡം വെച്ച് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, മാനദണ്ഡം വെച്ച് കൊടുക്കണ്ട. എല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കേണ്ടതാണ്. അതിലാണ് എൻ്റെ ഒരു വ്യക്തിപരമായുള്ള അഭിപ്രായം. പുരുഷന്മാർക്ക് വേണം, സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് പ്രത്യേകിച്ച് വരുമാനമോ വീട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് ജോലി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെതായുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പൊ കുടുംബം നോക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.